ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സ്ട്രോങ് ആയിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചെയ്യുന്നത് നിങ്ങളുടെ റിലേഷൻ എനർജിയാണ്. ഇത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. യൂണിവേഴ്സ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക, ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ആക്കാൻ നോക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ ശ്രമിക്കുക. താങ്ക് യു. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. ഇവിടെ ഞാൻ ലെറ്റേഴ്സ് പറയുന്നു. WPACSTMPH GMIAZJEQLV. നമ്പേഴ്സ് വന്നിരിക്കുന്നത് 932124567693 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ഒരു യാത്രാവേളയിലായിരിക്കും നിങ്ങളുമായിട്ട് കണ്ടുമുട്ടിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തോ നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചപ്പോഴോ ഒന്നിലധികം ആൾക്കാരുടെ ഇടയിൽ വെച്ചായിരിക്കും ആദ്യമായി നിങ്ങളുടെ പേഴ്സണെ കാണുന്നത്. ഹോസ്പിറ്റലാകാം, എന്തെങ്കിലും ചില അഡ്വൈസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നതിന് പോകുകയോ വരെ ചെയ്ത സമയത്താകാം. നിങ്ങളുടെ ജോലി സ്ഥലത്ത് വെച്ചായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ കാണുന്നത്. അതല്ല, സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം. കൂടുതലും ഇവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടതായിട്ട് കാണിക്കുന്നു. മറ്റു ചില ആൾക്കാർ മൂന്നാമതൊരാൾ നിങ്ങളെക്കുറിച്ച് പറയുകയും അങ്ങനെ നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തതായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ ഇഷ്ടം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കാത്തിരുന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫിലെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും മറയ്ക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ അറിയുകയും എന്നാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കാര്യങ്ങളും വിട്ടു തുറന്ന് നിങ്ങളോട് സംസാരിക്കാത്ത അവസ്ഥ. എന്തൊക്കെയോ നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നതായിട്ട് നിങ്ങൾ പല പ്രാവശ്യവും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങൾ എന്നോടൊന്ന് ഓപ്പണായിട്ട് സംസാരിക്കാത്തത്, എന്താണ് എന്നിൽ നിന്ന് മറയ്ക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഫെമിനൻ മസ്കുലൻ എനർജിയിൽ കൂടിയായിരിക്കാം ഒരു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കെയറിങ് തരും. നിങ്ങൾ വിചാരിക്കും ഇത്രത്തോളം കെയറിങ് ഉള്ള ഒരു വ്യക്തി ഈ ഭൂമിയിൽ വേറെ കാണില്ല എന്ന് വിചാരിക്കും വിധം തന്നെ നിങ്ങളെ കെയർ ചെയ്യും. ആ സമയത്ത് നിങ്ങൾ ദൈവത്തോട് നന്ദി പറയും, ഇത്രയും സ്നേഹമുള്ള ഒരു വ്യക്തിയാണല്ലോ എനിക്ക് തന്നത് എന്ന് വരെ നിങ്ങൾ ചിന്തിക്കും. എന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളോ വഴക്കോ നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ആൾ അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ട് പോലുമില്ല എന്ന രീതിയിൽ തന്നെ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളായിട്ട് അവരുടെ പ്രവൃത്തി തന്നെ ആവട്ടെ, ഒരിക്കൽ പോലും ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും ആ ഹൃദയത്തിൽ ഉണ്ടായിരുന്നില്ലേ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള വാക്കും പ്രവൃത്തിയുമായിരിക്കും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾ നേരിട്ടിട്ടുള്ളത്. നിങ്ങളുടെ റിലേഷൻ ഓൺ ആൻഡ് ഓഫ് റിലേഷനാണ്. കാരണം മൂണാണ് വന്നിരിക്കുന്നത്. ഒരു 15 ദിവസം നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഒരു 15 ദിവസം നിങ്ങൾ വഴക്കായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരു ദിവസം നല്ലതാണെങ്കിൽ ഒരു ദിവസം മോശമായിരിക്കും. വഴക്കും സന്തോഷവുമായിട്ട് ഇങ്ങനെ മിക്സായിട്ട് പോകുന്ന ഒരു റിലേഷനായിരുന്നു നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നത്. സാജിറ്റേറിയസ്, കാപ്രിക്കോൺ, ഏരീസ്, വെർഗോ, ലിബ്ര. നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ഒരുപാട് സ്പിരിച്വൽ ലൈനിൽ കൂടി പോകുന്നുണ്ടായിരിക്കാം. അതല്ല, നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സ്പിരിച്വൽ ലൈനിൽ കൂടി പോകുന്ന വിവരം നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം ആ ചിത്രത്തിൽ കാണുന്ന വ്യക്തി അവരുടെ കയ്യിൽ ടോറ എന്ന് പറയുന്ന ഒരു ബുക്ക് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ടോറ എന്ന് പറയുന്നത് ഇതുപോലെ സ്പിരിച്വലുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തെയാണ്. ഒന്നുകിൽ അതുമായിട്ടുള്ള പഠനമോ മറ്റോ നിങ്ങളുടെ പേഴ്സൺ രഹസ്യമായി ചെയ്തിരുന്നു. 2 തൂണുകൾ കാണാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് അവരുടെ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. എത്രയൊക്കെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിരുന്നാലും നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസിൽ ഒരു ദുഃഖഭാവം ഏത് സമയത്തും കണ്ടിരുന്നിട്ടുണ്ടാകും.
അപ്പം നിങ്ങൾ ചോദിക്കും, ഇത്രയും സന്തോഷം നിങ്ങൾ കൊടുത്തിട്ട് പോലും നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസിൽ എന്താണ് സന്തോഷം തോന്നാത്തത്? അപ്പം അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഞാൻ സന്തോഷിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഫേസ് ഇങ്ങനെയാണ് എന്ന് പറയുന്നത് അവരുടെ കുട്ടിക്കാലത്ത് അവർ നേരിട്ടിട്ടുള്ള ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം. എപ്പോഴും ഒരു ദേഷ്യപ്പെടുന്ന വ്യക്തി ആയിരിക്കത്തില്ല, ഒരുപാട് ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അത് നിങ്ങൾക്കുമാകാം. നിങ്ങളും ക്ഷമിക്കുന്നതിൻ്റെ പരമാവധി ക്ഷമിച്ചതിന് ശേഷമായിരിക്കാം നിങ്ങളും നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിനെ നിയന്ത്രിച്ചത് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കാം. നിങ്ങൾക്ക് വേണ്ടതായ മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരികയും എന്തൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന അവരുടെ നിർദ്ദേശങ്ങളായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നത്. നിങ്ങളുടെ വാക്കിനേക്കാളും അവരുടെ വാക്കിനായിരുന്നു ഒരുപാട് പ്രാധാന്യം നിങ്ങൾ പോലും കൊടുത്തിരുന്നത്. ഒരു സിംഗിൾ മദറിനെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് നിങ്ങൾക്ക് സഹിക്കുന്നതിലും അപ്പുറമായ ചില പ്രതികൂല സാഹചര്യങ്ങളിൽ ഒരു സിംഗിൾ മദറിൻ്റെ സാന്നിധ്യം കാണുന്നു. നിങ്ങളുടെ പേഴ്സണെ സ്വാധീനിക്കുവാൻ ആ സിംഗിൾ മദറിന് സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷനെ എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് നയിക്കുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾ തങ്ങളിൽ എന്തെങ്കിലും വഴക്കുണ്ടാകുന്നതിന് ആ ഒരു സിംഗിൾ മദറിൻ്റെ സാന്നിധ്യം ഏറെക്കുറെ ഉണ്ട്. നിങ്ങളുടെ റിലേഷൻ ഈ ഒരു സമയം നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ബ്രേക്കപ്പിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളെ തങ്ങളെ തെറ്റിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തി തീർച്ചയായും നിങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങളുടെ മാനസിക ബലത്തെ തകർത്തുകൊണ്ട്, കാരണം ആ ഒരു പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ട് വ്യക്തികളെ തങ്ങൾ തോൽപ്പിച്ച് ആ തകർന്നു കിടക്കുന്ന വാളെന്ന് പറയുന്നത് മാനസിക ധൈര്യമാണ്. ആ ഒരു പടവെട്ടിലൂടെ, ആ യുദ്ധത്തിലൂടെ, ഒരു മാനസിക പ്രശ്നത്തിലൂടെ നിങ്ങളെ തകർത്തിരിക്കുകയാണ്. ആ ഒരു മേഘങ്ങളെയൊക്കെ കാണുമ്പോഴത്തേക്കും അതിശക്തമായ പ്രതികൂല സാഹചര്യമായിരുന്നു നിങ്ങളുടെ ലൈഫിൽ കൂടി കടന്നുപോയത്. അതിന് ഏറ്റവും നല്ല ചുക്കാൻ വഹിച്ചത് മറ്റൊരു വ്യക്തിയാണ്. നിങ്ങളെ നല്ലതുപോലെ അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർത്തിരിക്കുന്നത്. അവർ മാറി നിന്ന് നിങ്ങളുടെ റിലേഷനെ തകർത്തതിന് ശേഷം മാറി നിന്ന് ചിരിക്കുകയാണ്. ഒരു തേർഡ് പാർട്ടി, ഒരു പക്ഷേ ആരുമാകാം ആ തേർഡ് പാർട്ടി, വീട്ടുകാരാകാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആകാം. അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ വന്നത് ഒരു വലിയ ടവർ തന്നെയാണ്. ഒരു ചെറിയ ഹഗ്ഗിലൂടെയോ അല്ലെങ്കിൽ ഒന്ന് നേരിട്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നിട്ടുള്ളൂ. പക്ഷേ എന്നാൽ മൂന്നാമതൊരാളിൻ്റെ സാന്നിധ്യം അത് ഏറ്റവും ഭയാനകമായ രീതിയിലേക്ക് നയിക്കുകയായിരുന്നു. ഒരു പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അഡ്വൈസ് ചോദിച്ചിരുന്നത് മറ്റൊരു സിംഗിൾ പേരൻറ്റിനോടായിരിക്കാം. ആ ഒരു സിംഗിൾ പേരൻറ്റ് ആരുമാകാം, മെയിലുമാകാം ഫീമെയിലുമാകാം. നിങ്ങളെ തങ്ങളെ ചേർത്ത് വെക്കുന്നതിന് പകരം നിങ്ങളുടെ പേഴ്സണെ മാനസികമായി തകർത്ത് ഒരു ടവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർ രാപ്പകൽ അധ്വാനിച്ചു. ഒരിക്കലും തകരില്ല എന്ന് വിശ്വസിച്ചിരുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പ് ജീവിത അവസാനം വരെയും ഈ ഒരു വ്യക്തി എൻ്റെ കൂടെ തന്നെ കാണുമെന്ന് വിചാരിച്ചിരുന്ന റിലേഷൻഷിപ്പിനെ തകർത്തുകൊണ്ട് ഒരു ടവറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു ടവറിനെ നിങ്ങൾക്ക് സൂക്ഷിച്ചാൽ കാണാം, ആ ടവറിന് വാതിലില്ല എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് മറ്റൊരു വ്യക്തികളും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും അല്ലാതെ മറ്റൊരാൾക്കും അതിലോട്ട് പ്രവേശിക്കാൻ കഴിയില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ തന്നെയാണ്. മൂന്നാമതൊരു വ്യക്തിയിലേക്ക് ഇത് ഷെയർ ചെയ്യപ്പെടില്ല, നമ്മുടെ ഇടയിൽ മൂന്നാമതൊരു വ്യക്തി വരില്ല എന്ന് വിശ്വസിച്ചിരുന്ന സ്ഥലത്തേക്കാണ് ടവർ വന്നിരിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും രണ്ട് വശത്തേക്കാണ് തകർന്ന് വീണിരിക്കുന്നത്. ഡിപ്രഷനിലാണ് വീണിരിക്കുന്നത്. നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല. നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ പറ്റി പോലും ഒരു വ്യക്തിയോട് പറഞ്ഞ് കരയുന്നതിന് പോലും നിങ്ങൾക്ക് സാധിക്കാത്ത അവസരങ്ങളിൽ കൂടിയാണ് മറിഞ്ഞു വീണിരിക്കുന്നത്. ആ ഒരു കാർഡിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഇത് മേജർ ആർക്കാന കാർഡാണ്. നിങ്ങളുടെ മനസ്സിനെ എത്രത്തോളം ഉലച്ചു എന്ന്, ഒരു ബ്ലാക്ക് എനർജിയുടെ ഒരു സപ്പോർട്ട് പോലും ഇതിനുണ്ടായിരുന്നു. നിങ്ങളുടെ റിലേഷനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടി ഉപയോഗിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വന്നിരിക്കുന്ന നമ്പർ 60 ആണ്. 60 1 + 6 7. നിങ്ങളുടെ ഐക്യമാണ് അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് പോലും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വിശ്വാസം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ കൂടി നിങ്ങൾ പോയി. എന്തിന് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് വരെ നിങ്ങൾ ചോദിച്ചു. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നുപോയി. ഒരുപാട് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് കാണില്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ സഹിക്കുന്നതിനും അപ്പുറമായതിനു ശേഷം നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിന്നും ഒഴിവാക്കപ്പെടുക ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു. ഇവിടെ 6 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്.
ഇവിടെ ഒരു സിംഗിൾ പാരൻറ്റിനെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സോ മറ്റെന്തെങ്കിലും സഹായത്തുള്ളൂ, യൂണിവേഴ്സിൻ്റെ ആണെങ്കിലും മറ്റേതെങ്കിലും ഫ്രണ്ട്സിൻ്റെ സഹായത്തോടെ നിങ്ങൾ ആ ഒരു പ്രശ്നത്തിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ കുറച്ച് ശാന്തമാക്കിക്കൊണ്ട് ശാന്തമായ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ മാറി. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എങ്കിലും നിങ്ങൾക്കൊരിക്കലും സമാധാനമായിട്ട് ഉറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. രാത്രിയും പകലും എല്ലാം നിങ്ങൾക്ക് സമമായിരുന്നു. രാത്രി എത്ര വൈകിയാലും നിങ്ങൾ ഉറങ്ങാറില്ല. നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും അവസാനം ഉറങ്ങുന്ന വ്യക്തി നിങ്ങളായിരിക്കും. ആ വീട്ടിൽ അതിരാവിലെ ഉണരുന്ന വ്യക്തിയും നിങ്ങൾ തന്നെ ആയിരിക്കും. കാരണം സൂര്യൻ ഉണരുന്നതിന് മുമ്പ് പോലും നിങ്ങൾ ഉണർന്നിരുന്ന് കരയുന്ന നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഹൃദയം തകർന്നു പോകുന്ന അവസ്ഥകളിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് എന്ന് നിങ്ങൾ ജീവിതത്തിൽ അറിയുന്ന, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ റിലേഷനെ തകർത്തിരിക്കുന്നതെന്ന് അറിയുന്ന നിമിഷത്തിൽ നിങ്ങൾ ഒരുപാട് പെയിൻ നിങ്ങൾ അനുഭവിക്കുകയും നിലവിളിച്ച് കരയുകയും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളും ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം. മറ്റ് ചില വ്യക്തികൾക്ക് ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞതായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചതായ എല്ലാ വിഷമങ്ങളും, നിങ്ങളുടെ പേഴ്സൺ കോൾ ചെയ്യുന്നില്ല, മെസ്സേജ് ചെയ്യുന്നില്ല, നിങ്ങൾ വിളിക്കുന്നില്ല എന്നുള്ള പേഴ്സണെ കാണാൻ കഴിയുന്നില്ല, അങ്ങനെ അതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഇമോഷണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പുതിയ വാതിൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇതുവരെയും നിങ്ങൾ അനുഭവിച്ചതായ എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്. എല്ലാ വേദനകളെയും നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വാതിൽ തുറന്നിരിക്കുകയാണ്. നേരിയ വിഷമം ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടേതായ ലോകത്തേക്ക് സെൽഫ് ലവ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടേതായ ജീവിതം മുന്നോട്ട് കാല് വച്ചിരിക്കുകയാണ്. മറ്റ് ചില വ്യക്തികൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓൾറെഡി മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ മാനസികമായിട്ടും നിങ്ങൾ സ്ട്രെങ്ത് എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നീതി ലഭിക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ച് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് നീതി ലഭിക്കണം. ഞാൻ ഈ സിറ്റുവേഷനിൽ നിന്ന് റിലീസ് ആവുകയാണ്. ഏത് സിറ്റുവേഷൻ ആയിരുന്നാൽ തന്നെയും ആ സിറ്റുവേഷനെ ഞാൻ അതിജീവിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുകയും സെൽഫ് ലവ് ചെയ്യുകയും നിങ്ങളുടെ കരിയറിലേക്ക് ശ്രദ്ധ വയ്ക്കുകയും ചെയ്യുന്നു. ഈ ഒരു സമയത്ത് പല വ്യക്തികൾക്കും മൂവ് ഓൺ ആയി കഴിഞ്ഞ പല വ്യക്തികൾക്കും അവരുടെ ലൈഫിൽ ഗ്രോത്ത് വരികയാണ്, സമാധാനം വരികയാണ്, സന്തോഷം വരികയാണ്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഏത് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്? നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഇവിടെ വന്നിരിക്കുന്നത് 7 നമ്പറാണ്. RGQACAZPJOTS നമ്പേഴ്സ് 7, 14, 8, 10, 1, 13, 17, 12, 8 നമ്പേഴ്സിൻ്റെ അതിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്ന മന്തും നിങ്ങൾ നോക്കുക. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുകയാണ്, എടുത്ത തീരുമാനം വളരെ തെറ്റായിപ്പോയി, താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു, തൻ്റെ കൂട്ടുകാർ തന്നെ ചതിച്ചിരിക്കുകയാണ് എന്നുള്ള റിയാലിറ്റി ഈ ഒരു സമയം മനസ്സിലാക്കുന്നു. താൻ എടുത്തിരിക്കുന്ന തീരുമാനം തന്നെ തകർക്കുന്നതാണ് എന്നും ആ ഒരു പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാകും. ഒരു വ്യക്തി ആ വാളിനെ പിടിച്ചിരിക്കുന്നത് തൻ്റെ നെഞ്ചത്തോട് ചേർത്തിട്ട് മൂർച്ച കുത്തിക്കയറുന്ന ഭാഗം വെച്ചിരിക്കുന്നത് തൻ്റെ നെഞ്ചത്തോടും വയറ്റിനോടും ചേർത്തിട്ടാണ്. അപ്പോൾ അത്രയും സ്പീഡിൽ ഓടുമ്പോൾ പോലും ആ ഒരു വാള് കൊണ്ട് തൻ്റെ വയറും ഹൃദയവും എല്ലാം കുത്തിക്കയറി അവർക്ക് തന്നെ അവസാനം ഉണ്ടാകുമെന്നുള്ള കാര്യം ഈ ഒരു സമയത്താണ് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നത്. ചതിക്കപ്പെട്ടിരിക്കുന്നു, ഫ്രണ്ട്സുകളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു ചതി ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നു. നിങ്ങളെ ചതിച്ചതും നിങ്ങളിൽ നിന്നും നിങ്ങളുടെ സമാധാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിലപിടിപ്പുള്ള എന്തെങ്കിലും അവർ സ്വന്തമാക്കി നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം ഈ ഒരു സമയം പശ്ചാത്താപിക്കുന്നുണ്ട്. അവരിപ്പോൾ ഏത് സിറ്റുവേഷനിലാണെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾ എന്നുള്ളൊരു വ്യക്തിയെ അവരുടെ ഉള്ളിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. സ്നേഹത്തെ നിങ്ങളായിരുന്നു അവരുടെ ലോകമെന്നും ഒരു ഫാമിലി പോലെ ആയിരുന്നു നിങ്ങളുടെ സ്നേഹമെന്നും ഒക്കെ അവർ തിരിച്ചറിയുന്നു. ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും നിങ്ങളുടെ പേഴ്സൺ അറിയാൻ കഴിയുന്നില്ല. ഒരു കണ്ണ് കെട്ടിയുള്ളൊരു തീരുമാനമായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ അതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കുന്നു. ആ ഒരു കണ്ണിൻ്റെ കെട്ട് അഴിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ.
ഇതുവരെയും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ഒരു പാവയെ പോലെ ചലിച്ചതാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ ഈ ഒരു സമയത്ത് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിനും എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിനും നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുകയാണ്. ഇതുവരെയും കണ്ണ് കെട്ടി ഉള്ള ആ ഒരു ഫൈറ്റ് ആയിരുന്നുവെങ്കിൽ ആ ഫൈറ്റിനെ എല്ലാം അവസാനിപ്പിക്കുകയാണ്. ഒരു സെൽഫ് കോൺഫിഡൻസോട് കൂടി തന്നെ അവർ മുന്നോട്ട് വരികയാണ് ഈ റിലേഷന് വേണ്ടിയിട്ട്. അവരിതുവരെയും ഒരു ഗേറ്റിനകത്ത് ഒരു ബന്ധനസ്ഥനായിരുന്നു. അവർക്ക് മുന്നോട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്തവണ്ണം അവർ അടയ്ക്കപ്പെട്ടിരുന്ന അവസ്ഥയിലായിരുന്നുവെങ്കിൽ ഈ ഒരു സമയം ഓപ്പൺ ആകുകയാണ്. അവരുടെ ഡോർ ഓപ്പൺ ആകുകയാണ്. 8 ഓഫ് സോഡാണ്. അത്രയേറെ പെയിനിൽ കൂടി അനുഭവിച്ച് വന്നിരുന്നത് ഇപ്പോൾ അവരുടെ മുന്നിൽ കൂടി ആ ഒരു ഓപ്പണായി വരികയാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നുവെങ്കിൽ ഈ ഒരു സമയം എല്ലാം ഓപ്പണായി വരികയാണ്. നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക, നന്ദിയുള്ളവരായിരിക്കുക ഏത് സമയത്തും എന്തിനും. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങളുടെ വായിൽ എപ്പോഴും നന്ദി എന്നുള്ളൊരു വാക്ക് ഏത് സമയത്തും ഉണ്ടായിരിക്കട്ടെ. സി ലെറ്റർ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ 10 ഓഫ് സോഡിൻ്റെ എനർജിയിൽ കൂടി കടന്നുപോയി. നിങ്ങളെ ഉപേക്ഷിച്ച് പോയപ്പോൾ അവരുടെ സ്വപ്നങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന വസന്തങ്ങളും എല്ലാം അസ്തമിച്ച് അവരൊരു 4 ചുവരിനകത്ത് എങ്ങനെയാണ് അടയ്ക്കപ്പെടുന്നത് അതുപോലെ ആയിപ്പോയി അവരുടെ ജീവിതം. നിങ്ങളിലേക്കുള്ള എല്ലാ സിറ്റുവേഷനും എല്ലാ കാര്യങ്ങളും അവർക്ക് അവസാനിച്ചു പോയി എന്നവർ ചിന്തിച്ചു. ഇനി ഒരിക്കലും നിങ്ങളെ അവർക്ക് ലഭിക്കില്ല എന്ന് ചിന്തിച്ചു. നിങ്ങളെ വിട്ട് തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്കാണ് അവർ പോയിരുന്നതെങ്കിൽ അവിടെ അനുഭവിച്ച വേദനകളെല്ലാം അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ആരാണ് മനഃപൂർവ്വം ചതിച്ചതെന്നും നിങ്ങളെ മനഃപൂർവ്വമായിട്ട് അവരിൽ നിന്ന് അകറ്റിയത് എന്തിനാ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആ ഒരു പെയിൻ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരികയാണ്. ഒരു ചെറിയ ലൈറ്റ്, ഒരു സൺ അവരുടെ മുന്നിൽ തെളിയുകയാണ്. ഒരു ഗ്രോത്ത് അവർ കാണുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒരുപാട് ഇമോഷനോട് കൂടി, ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതിനോ ഒരു കോൾ ചെയ്യുന്നതിനോ നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളോടിപ്പോൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹമാണോ അതോ കരച്ചിലാണോ എന്നൊന്നും അറിയത്തില്ല. എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഇമോഷണലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത്. ഓക്കെ, സന്തോഷമാണോ, ഒരു ന്യൂ ബിഗിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിലേക്ക് വരുമോ, നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകളുടെ കരച്ചിലാണോ, എല്ലാം കൂടി ഇമോഷണൽ മറിഞ്ഞാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലൂടെ ഈ ഒരു സമയം കടന്നു പോകുന്നത്. നിങ്ങളെ ഇപ്പോൾ അവരൊരു സ്റ്റാറായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഫ്യൂച്ചറിൽ നിങ്ങൾ ഒന്നാകും, ഒരുമിച്ച് ഒരു സ്നേഹം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് അവർ വിശ്വസിക്കുന്നു. നിങ്ങളെ ഉപേക്ഷിച്ച് ചില മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് 2 ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങളെ വേണോ, മറ്റ് അവരുടെ സാമ്പത്തികമാണെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സമ്പത്തില്ല, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങളെ ഉപേക്ഷിച്ചതെങ്കിൽ ഇപ്പോൾ അതൊന്നും അല്ല, രണ്ടും അവർ ബാലൻസിങ്ങിൽ കൊണ്ടുവരികയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ വാച്ച് ചെയ്യുകയാണ്, ഫേസ്ബുക്കിലും മറ്റും വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്കൊരു ന്യൂ ബിഗിനിങ് തന്നെ, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നു. ഒരു വണ്ടർഫുൾ അബണ്ടൻ്റാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗുഡ് ഫോർച്യൂണാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. നിങ്ങളുടെ സമയം ഇപ്പോൾ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. നിങ്ങളുടെ പേഴ്സൺ ഇതുവരെയും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരുന്ന എല്ലാ നെഗറ്റിവിറ്റീസും മാറുകയാണ്. അതെല്ലാം നിങ്ങളുടെ അഫർമേഷനിലൂടെ തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പോസിറ്റീവ് ആവുന്നതോടുകൂടി നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കരഞ്ഞ് ഇരുന്ന് മൂവ് ഓൺ ആയിക്കഴിഞ്ഞു. നിങ്ങൾ ആ ഒരു 6 ഓഫ് സോഡിൻ്റെ എനർജിയിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ആയിപ്പോയി. നിങ്ങൾക്ക് ഒരുപാട് പെയിൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ആകുവാൻ നിർബന്ധിതനായി. ഇനിയുള്ള നിങ്ങളുടെ ലൈഫ്, ഈ ഒരു അന്ധകാരത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സണ്ണ് എന്ന് പറയുന്നത് ഒരുപാട് ഫ്ലവറിങ്ങോടുകൂടി, ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ ജീവിതം ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവും കാണും എന്ന് പറയുന്നത് പോലെ എൻ്റെ ഒരു വ്യൂസ് നിലയിട്ട കമൻറ്റിൽ, സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാലോ ശാന്തി ലഭിക്കും. നിങ്ങൾ നിങ്ങളുടെ ദുഃഖത്തെ മറന്നതുകൊണ്ട് നിങ്ങൾക്ക് ശാന്തി ലഭിക്കുകയും
ആ ഒരു ശാന്തി സ്ഥലത്തേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് എത്തുകയും ചെയ്തു. ഇതുവരെയും സെൽഫ് ലവ് ചെയ്യാത്തതും സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാത്തതുമായിട്ടുള്ള വ്യക്തികൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോയാണ്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക, സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക, നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കർമ്മ എന്ത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്നേഹമോ കെയറിങ്ങോ കൊടുക്കാനുണ്ടെങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വീട്ടിലാണ്, നിങ്ങളുടെ പേരൻസിനോ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ വൈഫിനോ ഹസ്ബൻഡിനോ ആർക്കെങ്കിലും നിങ്ങൾ സ്നേഹം കൊടുക്കാതെയാണ് മറ്റൊരു റിലേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ കർമ്മ നിങ്ങൾക്ക് പൂർണ്ണമാകാത്ത ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ നിങ്ങൾക്ക് പൂർണ്ണമാകാതെ നിങ്ങൾക്കുള്ളത് വേണമെന്ന് നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ മുന്നിലെത്തത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മ വർക്ക് എല്ലാം നിങ്ങളുടെ ജോലിയിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഗോൾ എന്തെന്ന് നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങളുടെ സോളിനെ നിങ്ങൾ സന്തോഷപ്പെടുത്തുക. നിങ്ങൾ സോളിൻ്റെ ഇന്നർ വോയിസ് എന്ത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇതൊന്നും അറിയാതെ നിങ്ങൾ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. കാരണം അങ്ങനെയുള്ള ഒരാളുടെയും പ്രാർത്ഥന യൂണിവേഴ്സ് എടുക്കത്തില്ല. മടിയരായിട്ട് ഇരിക്കുന്നവർക്ക് മല ചുമക്കും എന്ന് പറയുന്നത് പോലെ മടിയരായി ഇരിക്കാതെ സ്വന്തം സോളിനെ സന്തോഷിപ്പിക്കുക. നിങ്ങളുടേതായിട്ടുള്ള വർക്കിലേക്ക് നിങ്ങൾ തിരിയുക. നിങ്ങളുടെ പേരൻസിനെ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കൊക്കെ അവൈലബിൾ ആയിരിക്കുന്നോ അത് ഏറ്റവും ബെറ്റർ ആക്കുക. നിങ്ങൾ കൂടുതൽ ബിസി ആകുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ഇടപഴകുക. നിങ്ങൾ എല്ലാവരിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു ഐസൊലേഷനായിട്ട് ഇരിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ സോളിന് അത് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. നിങ്ങളുടെ സോളിനെ സന്തോഷിപ്പിക്കുക. നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുക. നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഹാപ്പി ആകുക. എങ്കിൽ നിങ്ങളിൽ വരുന്ന ഒരു മാറ്റം കണ്ട് ഞാനില്ലാതെയും എൻ്റെ പേഴ്സൺ ഹാപ്പിയാണോ എന്ന് ചിന്തിച്ച്, കാരണം ഏതൊരു വ്യക്തിയും ചിന്തിക്കുന്നത് എൻ്റെ പേഴ്സൺ എൻ്റെ പിന്നാലെ നടക്കട്ടെ, ഞാൻ ഒരിക്കലും അവരെ പിന്നാലെ പോകരുത്. കാരണം എല്ലാവർക്കും രാജാവായിരിക്കാനാണ്, മറ്റുള്ള വ്യക്തികൾ മൊത്തം അവരുടെ സേവകരായിരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ പേഴ്സണെ പുകഴ്ത്തിയും വാഴ്ത്തിയും പിറകെ നടക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ഇഷ്ടമാണ്. അത് കാരണം അവർ നിങ്ങൾക്ക് വാല്യൂ തരത്തില്ല. നിങ്ങൾ എന്ന് അവരിൽ നിന്നും മൂവ് ഓൺ ചെയ്യുന്നോ, അവർക്ക് വാല്യൂ കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നോ, അല്ലെങ്കിൽ അവരെ കാണണം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് നിങ്ങൾ എന്ന് മാറുന്നോ ആ സമയം തൊട്ട് അവർ നിങ്ങളെ കാണണം എന്നുള്ളൊരു ചിന്തയിലേക്ക് വരും. നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, നിങ്ങൾ അവരുമായിട്ടൊരു കണക്ഷൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ അവരെ കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സണാണ് നിങ്ങളെ പിറകെ വന്നുകൊണ്ടിരുന്നത്, നിങ്ങളിലേക്ക് ഒരുപാട് സ്നേഹം തന്നുകൊണ്ടിരുന്നത് നിങ്ങളുടെ പേഴ്സണാണ്. എപ്പോൾ നിങ്ങൾ അവർക്ക് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയോ, ഒന്നാം സ്ഥാനം അവർക്ക് കൊടുത്തോ, ആ ഒരു സമയം തൊട്ട് അവർ നിങ്ങൾക്ക് ഏറ്റവും അവസാനമായിട്ടുള്ള സ്ഥാനമാണ് തന്നിരിക്കുന്നത്. കാരണം നിങ്ങളാണ് അവരെ ഈ ഒരു വഷളാക്കി മാറ്റിയത്. ഓക്കെ, അപ്പം നിങ്ങൾ അവർക്കൊരിക്കലും പ്രയോറിറ്റി കൊടുക്കരുത്. പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും ഫസ്റ്റ് വരേണ്ടത് നിങ്ങൾ തന്നെയാണ്. പിന്നെ വരേണ്ടത് നിങ്ങളെ ബ്ലഡ് റിലേഷനാണ്. മറ്റുള്ളതെല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോകും. നമ്മുടെ ബ്ലഡ് റിലേഷൻ മാത്രമാണ് നമ്മുടേതായിട്ടുള്ള സ്നേഹം കൊടുക്കേണ്ടത്. മറ്റതെല്ലാം നമുക്ക് താല്പര്യം, അട്രാക്ഷൻ, അഫെക്ഷൻ മാത്രമാണുള്ളത്. നമ്മളെപ്പോഴും നമ്മുടെ രക്തത്തിനോട് മാത്രമാണ് സ്നേഹം നിലനിർത്തേണ്ടത്. ബാക്കിയുള്ളതെല്ലാം നമുക്കൊരു അഫെക്ഷൻ മാത്രമായിരിക്കണം. ഒരു ഇഷ്ടം, ഒരു അട്രാക്ഷൻ, അത് മാത്രമായിരിക്കും മറ്റുള്ളതെല്ലാം. നിങ്ങളുടെ കുഞ്ഞിനോട്, നിങ്ങളുടെ രക്തമാണ് നിങ്ങളുടെ കുഞ്ഞ്, നിങ്ങളുടെ അച്ഛൻ, അമ്മ, സഹോദരൻ, ഹസ്ബൻഡ്, വൈഫ് പോലും ഈ ഒരു റിലേഷനിൽ വരുന്നില്ല, ബ്ലഡ് റിലേഷനിൽ വരുന്നില്ല. അതിനോടൊക്കെ നമുക്ക് വേണ്ടതായ കർമ്മങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അവരോടുള്ള അട്രാക്ഷൻ, അഫെക്ഷൻ, കെയറിങ്, ഇത് മാത്രമാണ് ഇങ്ങനെയുള്ള വ്യക്തികളോട് കാണിക്കേണ്ടത്. നിങ്ങളുടെ രക്തത്തിനോട് മാത്രമാണ് ഒരു സ്നേഹം, ആ ഒരു സ്നേഹം മാത്രമാണ് നിലനിൽക്കുന്നത്. സ്നേഹം വേറെ, ഇഷ്ടം വേറെ, അഫെക്ഷൻ വേറെ. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾക്ക് പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾ തന്നെ ആയിരിക്കണം, നിങ്ങളുടെ ദൈവമായിരിക്കണം. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെപ്പോലെ പെയിൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതൊരു പക്ഷേ ആശ്വാസമാകുന്നുവെങ്കിൽ അതിൻ്റെ അനുഗ്രഹം പോലും നിങ്ങളുടെ റിലേഷനെ
ലഭിക്കുന്നതായിരിക്കും. കാരണം നിങ്ങൾ കാരണം മറ്റൊരു വ്യക്തിക്ക് റിലേഷനിൽ കുറച്ച് സമാധാനം ലഭിച്ചു, അല്ലെങ്കിൽ അവർക്കൊരു വഴിത്തിരിവുണ്ടായത് നിങ്ങൾ കാരണമെങ്കിൽ നിങ്ങൾക്കും അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും. രണ്ട് മെസ്സേജ് കൂടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ അയക്കുന്ന മെസ്സേജായിട്ട് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ്, വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഈ ഒരു മെസ്സേജ് ഒരു പക്ഷേ നിങ്ങളുടേതായിരിക്കാം, നിങ്ങളുടെ പേഴ്സൻ്റേതായിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് അല്ല എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ പൂർണ്ണമായും മൂവ് ഓൺ ചെയ്ത വ്യക്തിയായിരിക്കാം ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.